മോഹൻലാലിൻ്റെ മോളുടെ തുടക്കം സിനിമ കണ്ടുകഴിഞ്ഞ് വിസ്മയ മോഹൻലാലിൻ്റെ കിടിലം പടം കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു കഥയ്ക്ക് നമുക്കങ്ങനെ പുതുമയായിട്ടൊന്നും പറയാനൊന്നുമില്ല, എന്നാലും എടുത്തു വെച്ചിരിക്കുന്നു. ജൂഡാനിനെ നല്ല ക്ലാരിറ്റി ആയിട്ട് പടം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിസ്മയം നല്ലപോലെ വിസ്മയം ചെയ്യുന്നുണ്ട്. തുടക്കകാലത്തിൽ ചെറിയ പതർച്ചയൊക്കെ ഉണ്ട്, എന്നാലും കിടിലിനായിട്ട് വിസ്മയം അതും കുറച്ച് ഇതിൻ്റെ മറികടന്ന് ഇത് പുള്ളിക്കാർ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തെ ഒരു വർഷങ്ങളായിട്ട് മാർഷൽ ആർട്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ, അതുകൊണ്ട് നമുക്കറിയാം നല്ലപോലെ പുള്ളിക്കാരത്തിൽ മാർഷൽ ആർട്സ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി പുള്ളി കാണിക്കുന്ന. ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് പുള്ളിക്കാരത്തിൻ്റെ ആക്ഷൻസിന് പോരുന്നത്. കിട്ടുവർക്കാണ് പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ആക്ഷൻ നമുക്കറിയാം, പഠിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം. പുള്ളിക്കാരത്തിൻ്റെ കിക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പുള്ളിക്കാർ പഠിച്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ മോഹൻലാൽ ഒരു ചെറിയ റോള് വരുന്നുണ്ട്, ഒരു നല്ലൊരു ആക്ഷൻ, ഒരു മാസ്റ്റർ ചെയ്യേണ്ട എങ്ങനെ ആക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മോഹൻലാൽ എന്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് നല്ലൊരു ഭീകര റോള് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്, കിട്ടില്ലായിട്ടുണ്ട് കേട്ടോ. ഞാനോർത്ത ഒരു ഡയലോഗ് ഒന്നും ഇല്ല, ഇതന്നെ ഇപ്പോൾ കാണിക്കുന്ന വർഷത്തേക്കും പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു ഭീകര റോളാണ് പുള്ളിക്കാരൻ. പിന്നെ ജെയ്ക്സിൻ്റെ മ്യൂസിക് അതാണ് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് കാണുന്ന. ജെയ്ക്സിൻ്റെ മ്യൂസിക് ഇട്ടിട്ട് വർക്ക് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് വന്ന് പെണ്ണുങ്ങളായിട്ട് വന്ന് പടം കാണണം. സ്ത്രീകൾ കാണേണ്ട ഒരു പടമാണ്. നല്ലൊരു വർക്ക്, നല്ല ഒരു ജൂഡിൻ്റെ ഒരു ക്വാളിറ്റി അത് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സാധാ ഒരു മൂവിയാണ്, നമ്മൾ കണ്ടിട്ടുള്ള ഒത്തിരി മൂവിയാണ് നമ്മൾ കഥകളൊക്കെ. പക്ഷേ എന്നാലും ജൂഡ് നല്ലപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പടം. പിന്നെ ചമ്മൻ ചാക്കോടെ എഡിറ്റിങ്, നല്ലൊരു മൂവി കേട്ടോ. നല്ല തിയേറ്ററിൽ വന്ന് കണ്ട നല്ലൊരു എഫക്റ്റ് കിട്ടും. ഫാമിലിയായിട്ട് വന്ന് കാണുക. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് പടം കാണണം. അവസാനത്തെ വിസ്മയുടെ ഒരു ഡയലോഗൊക്കെ ഉണ്ട്, പെണ്ണുങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരുന്നൊരു ഡയലോഗാണ് വിസ്മയ പറഞ്ഞിരിക്കുന്നത്. ഇതിലും പടം ഒരു ചെറിയ പടം കേട്ടോ, എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ഭയങ്കര മാസം പ്രതീക്ഷ വരുന്നത് ഒരു കുഞ്ഞു പടം. ഇതിലും പടം വിസ്മയ തകർത്തു. നമ്മുടെ രവിക്കൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. രവിയുടെ മുന്നിലുള്ള പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ആ പേരിന് പുള്ളിക്കാരൻ അർഹനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ യുവജനങ്ങളെ മുഴുവൻ ഇതുപോലെ പെയ്ഡ് ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് തകർത്തത്. അതുകൊണ്ട് പുള്ളി യാതൊരു മുമ്പിലത്തെ പേരിന് പുള്ളി അർഹനല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പുള്ളിക്കാരന് നല്ലൊരു ഉഗ്ര മറുപടിയും കൊടുത്തിട്ടുണ്ട്. വളർത്തി വിട്ടവരെ തന്നെ തളർത്തിയ ആളാണ് ഈ രവി. അതുകൊണ്ട് ക്വാളിറ്റി ഒന്നും പുള്ളിക്കൊന്നും പറയാനൊന്നുമില്ല. രവിക്ക് നല്ലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇടിലം പടം ധൈര്യമായിട്ടുണ്ട്. വിസ്മയ തകർത്തു, ആശിഷ് തകർത്തു, മോഹൻലാൽ തകർത്തു, ജൂഡാൻ തകർത്തു. നല്ലൊരു കൊച്ചു സിനിമ, എല്ലാവർക്കും കാണാൻ നല്ലൊരു ചെറിയൊരു പടം. ധൈര്യമായിട്ട് കണ്ടു. തുടക്കം.